നമ്മുടെ കൗതുക കേരളം അതിങ്ങനെ പൊടിപൊടിക്കുകയാണ്. ഓരോ ദിവസവും കൗതുക കേരളത്തെ കൗതുകപൂർവ്വം നോക്കിക്കൊണ്ടിരിക്കത്തക്ക വിധമുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സ്പെഷ്യൽ എല്ലാവരും കണ്ടതാണ്. കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക്കിലാണ് ഈ കഞ്ചാവ് വേട്ട നടത്തി അവിടെ നിന്ന് കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളുമടക്കം പല സാധനങ്ങളും റെയ്ഡ് ചെയ്തത്. ഗവൺമെൻറ് പോളിടെക്നിക്ക് എന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിലെ ശരാശരിയോ അതിന് താഴെയോ ഉള്ള കുടുംബങ്ങളിലെ പ്രതീക്ഷയോടെ വളർത്തുന്ന മക്കൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിൻ്റെ ഹോസ്റ്റലുകളിൽ നിന്ന് അവിടെ നിന്ന് ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസും ഡാൻസ് ഓഫ് ടീമും അടങ്ങുന്നവർ അവിടെ കയറിയത്. അവിടെ കയറി പരിശോധന നടത്തിയപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പലതും ലഭിച്ചത്. എൻ്റെ MSW സഹപാഠി കൂടിയായിരുന്ന അബ്ദുൽ സലാം ഒക്കെ നേതൃത്വം നൽകിയ ഒരു റെയ്ഡാണ് അതിശക്തമായി അവിടെ ഉണ്ടായത്. സാധാരണ കോളേജ് ഹോസ്റ്റലുകളിൽ ചെല്ലുമ്പോൾ പണ്ടൊക്കെ വീഡിയോ, സിഗരറ്റോ, തീപ്പെട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ പൈൻറ്റിൻ്റെ കുപ്പിയോ ഒക്കെ കണ്ടെന്നു വരാം. പക്ഷേ അതിനു പകരം ഇപ്പോൾ കോളേജ് ഹോസ്റ്റലുകളിലും പലയിടങ്ങളിലുമെല്ലാം ഈ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ സാന്നിധ്യം ഞെട്ടിപ്പിക്കുന്നതാണെന്നാണ് വിവരം. സാധാരണ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള 10 ഗ്രാമോ 5 ഗ്രാമോ ഒന്നുമല്ല, മറിച്ച് 2 കിലോയോളം ഇപ്പോൾ ഹോളി ആഘോഷങ്ങൾക്കും മറ്റുമൊക്കെയായി തൂക്കി വിൽക്കാൻ കഴിയുന്ന രീതിയിൽ അതിൻ്റെ പാക്കിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളോടെയാണ് ഹോസ്റ്റലുകൾ പ്രവർത്തിക്കുന്നത്. എന്ന് മാത്രവുമല്ല, കോളേജിലെ പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾ പല ഘട്ടങ്ങളിലും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഈ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കാൻ പോലും കഴിയാത്തവണ്ണം കുട്ടികൾ കുഴഞ്ഞ് ബെഡിലും അതുപോലെ ഡെസ്കിലും അടക്കമുള്ള അവസ്ഥയിൽ അങ്ങ് കുഴഞ്ഞു കിടക്കുകയാണത്രേ. കാരണം ഇത് വലിച്ചിട്ടാണ് ചെല്ലുന്നത്. കന്നാബിസ് സറ്റൈവം എന്ന് പറയുന്ന ഒരു ടൈപ്പ് കഞ്ചാവുണ്ട്. അതിൽ 16% ഈ THCയുടെ അളവ്. എന്നാൽ കന്നാബിസ് ഇൻഡിക്ക എന്ന് പറയുന്ന ഒരു ബ്രാൻഡുണ്ട്. അതിൽ വളരെ കുറവാണ് ലഹരിയുടെ സാന്നിധ്യം. ഇവിടെ നിന്ന് പിടിച്ചത് അധികവും ഇടുക്കി ഗോൾഡ് എന്നറിയപ്പെടുന്ന, ഇടുക്കി മേഖലയിലും അത്തരം മേഖലയിലുമൊക്കെ കൃഷി ചെയ്യുകയും വളർത്തുകയും ഒക്കെ ചെയ്യുന്ന അത്തരം ബ്രാൻഡുകളെന്ന് പരമ്പരാഗതമായി അറിയപ്പെടുന്ന ഏറ്റവും ലഹരി കൂടിയ വസ്തുക്കളാണ് ഇവിടെ നിന്ന് പിടിച്ചത്. ഇത് അവിടുത്തെ ഒഫീഷ്യൽ ഹോസ്റ്റലുകളിലെ സ്ഥിതിയാണ് ഈ പറഞ്ഞത്. ഇനി അതല്ലാതെ പരിസര പ്രദേശങ്ങളിൽ വീടുകളും മറ്റുമെടുത്ത് താമസിക്കുന്ന ഹോസ്റ്റലുകളും ധാരാളമായുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു തലമുറ മുഴുവൻ നാളുകളിൽ പഠിച്ചു വന്നതിന് ശേഷം കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി വാർത്തയിൽ കണ്ടതുപോലെ പെരുമ്പാവൂരിൽ അച്ഛനെ ചവിട്ടിക്കൊന്നു, വേറൊരു സ്ഥലത്ത് അച്ഛനെ ചവിട്ടിക്കൊന്നു എന്നൊക്കെ പറയുമ്പോൾ ആ വാർത്തകളൊക്കെ ഒറ്റപ്പെട്ടതാണ്, വർഷത്തിലൊരിക്കലാണ് എന്ന് കരുതുന്നതിൽ അർത്ഥമില്ല. ഇവരൊക്കെ ഇത് കഴിഞ്ഞ് വരുമ്പോൾ ലഹരി മൂത്തിട്ട് യഥാർത്ഥത്തിൽ ജീവിക്കാനും വയസ്സ് എന്ന കാലത്ത് അച്ഛനെയും അമ്മയെയും കൈപിടിച്ച് നടത്തുന്നതിന് പകരം അവരെ നെഞ്ചിൽ ചവിട്ടിക്കൊല്ലാൻ അവർ പോലും അറിയാത്തവണ്ണം രാസലഹരി സിരകളിൽ പടർത്തിയായിരിക്കും മടങ്ങിയെത്തുക. ഇതിന് പരിഹാരം പാട്ടുപാടലും അല്ലെങ്കിൽ കൈകൊട്ടിപ്പാടലുമൊക്കെ അടക്കമുള്ള പല വ്യത്യസ്ത പരിപാടികളും കേൾക്കുന്നുണ്ട്. നല്ലതാണ്, അതൊക്കെ കൊട്ടിപ്പാടട്ടെ. പക്ഷേ ഇതിന് പരിഹാരം ശക്തമായ എൻഫോഴ്സ്മെൻ്റാണ്. കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് തുടരുന്ന ജാഗ്രത അതിൻ്റെ കരുത്തോടുകൂടി നിർത്താത്തവണ്ണം തുടരേണ്ടതുണ്ട്. പിന്നെ ഇത് പിടിക്കുമ്പോഴേക്കും പ്രതിപക്ഷ നിരയിൽ നിന്ന് കരുനാഗപ്പള്ളിയിൽ പിടിച്ചാൽ കരുനാഗപ്പള്ളി MLAക്ക് ഉത്തരവാദിത്തം, കളമശ്ശേരിയിൽ നിന്ന് പിടിച്ചാൽ അവിടെ ഉത്തരവാദിത്തം, മറ്റൊരിടത്ത് പിടിച്ചാൽ അങ്ങനെ പ്രചരിപ്പിക്കുന്നതും ഒരു ഗുണകരമായ കാര്യമല്ല. കാരണം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഈ പിടിക്കുന്നതും പുറത്തു വരുന്നതിൻ്റെയൊക്കെ കണക്കുകൾ അങ്ങ് സപ്രസ് ചെയ്യപ്പെടും. ഇത് മറ്റൊരു തരത്തിൽ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളായി ഇത് അവസാനിക്കപ്പെടും. ഈ വേട്ടയെയും ഈ റെയ്ഡിനെയും ഒക്കെ രാഷ്ട്രീയത്തിൽ നിന്നും അത്തരം പ്രചാരവേലകളിൽ നിന്നും മാറ്റി നിർത്തണം. ഇതൊരു തലമുറയെ രക്ഷിക്കാനുള്ള അവസാനത്തെ ശ്രമമാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇത് ലാസ്റ്റ് വണ്ടിയാണ്, ഇനി വണ്ടിയില്ല എന്ന് പറയുമ്പോൾ ഈ 2025 മുതൽ 30 വരെയുള്ള കാലഘട്ടം ഏതാണ്ട് ഈ ജനതയുടെ അവസാന കാലഘട്ടമാണ്. നിലനിൽക്കണോ ഉന്മൂലനം ചെയ്യപ്പെടണോ എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഇത് ചരിത്രത്തിൽ വളരെ തന്ത്രപരമായി പ്രയോഗിച്ചിട്ടുമുണ്ടായിട്ടുണ്ട്. ചൈനയിലും മറ്റും യുദ്ധത്തിൽ തോൽപ്പിക്കാൻ വേണ്ടി കഞ്ചാവും മയക്കുമരുന്നും വ്യാപകമായി കൊടുത്ത് ജനതയെ തളർത്തിക്കളഞ്ഞ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ ഇതിന് കഴിയുന്നത് പോലെ മറ്റൊന്നിനും കഴിയില്ല. നമ്മളൊക്കെ പറയുന്നത് പോലെ മതമാണ് മറ്റുള്ളതാണ് എന്നൊന്നും പറയുന്നതിൽ യാതൊരു കാര്യമില്ല. കഞ്ചാവും ലഹരി വസ്തുക്കളും MDMAയും തന്നെയാണ് ഒരു തലമുറയെ തകർക്കാൻ പോകുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് അതിനോടൊപ്പം നിൽക്കേണ്ടതിന് പകരം അതിലും ജാതിയും മതവും പറയുന്ന ഏറ്റവും വൃത്തിഹീനമായ സാഹചര്യം കൂടി നമുക്കുണ്ട് എന്നുള്ളത് മറക്കാതെ വയ്യ. പോലീസിന് അഭിനന്ദനങ്ങൾ. തുടരുക നിങ്ങളുടെ വേട്ട. ഏത് വീടുകളും ഏത് വാഹനങ്ങളും
ഏത് സന്ദർഭത്തിലും എല്ലാ കരുതലോടും കൂടി കടന്നു കയറി വാരി വലിച്ചു പുറത്തിടേണ്ടത് ഇനി അനിവാര്യമാണ്, ആവശ്യമാണ്.